ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഒരു വളരെ തിരക്ക് പിടിച്ചൊരു ദിവസം കേട്ടോ. അതുകൊണ്ട് എൻ്റെ വോയിസ് ഓവറിന് ഇത്തിരി തിരക്ക് കൂടി പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. എന്തായിരുന്നാലും ഇന്ന് രാവിലെ കുറേ പണികളൊക്കെ കഴിഞ്ഞ് നമുക്ക് വേഗം ഒരു സ്ഥലത്ത് വരെ പോകേണ്ടതുണ്ട് കേട്ടോ. അപ്പം അതിനു വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലായിട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഒരുക്കുന്നത് പച്ചക്കപ്പയാട്ടോ. പച്ചക്കപ്പ ഉണ്ടാക്കണം. പിന്നെ കണ്ടില്ലേ, വാഴയ്ക്ക ഉപ്പേരി ഉണ്ടാക്കണം. പിന്നെ ഇത് കാന്താരിമുളക് ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ കാന്താരി മരത്തേന്ന് പറിച്ചുകൊണ്ട് വന്നു കേട്ടോ. രാവിലെ മഴയുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര മഴ. അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, കാന്താരി പറിക്കുന്നു, മോര് കാച്ചണം. ഒരു ഭയങ്കര ധൃതിയിലുള്ള പണിയായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ. അപ്പം നമ്മൾ ഈ മുറ്റത്താണ് നമ്മുടെ കറിവേപ്പും കാന്താരി മരവും എല്ലാം മുറ്റത്ത് നിൽക്കുന്നതുകൊണ്ട് എന്താണ് ഇത്, പക്ഷേ നമ്മുടെ മുറ്റത്ത് നിന്ന കറിവേപ്പില കേട്ടോ. ഇത് നമ്മുടെ അയലക്കത്തെ ചേച്ചി കൊണ്ടുവന്ന കറിവേപ്പില കേട്ടോ. അത് അവർ വയനാട്ടിൽ പോയി വന്നപ്പോൾ ചേച്ചിയുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന് തന്നാ കേട്ടോ. ഫ്രഷ് അല്ലെങ്കിലും ഞാൻ പറഞ്ഞു നമുക്ക് കുഴപ്പമില്ലല്ലോ, കൊണ്ടുവന്ന് തന്നല്ലേ. അപ്പോൾ കുറച്ച് വാടിയിട്ടുണ്ട് കേട്ടോ, ദൂരെ യാത്ര ചെയ്ത് കൊണ്ടുവന്നതിൻ്റെ ഒരു വാടൽ കേട്ടോ. പക്ഷേ നമുക്ക് ഫ്രഷ് കരിയാപ്പിലയുണ്ട് എങ്കിലും എടുത്തെടുത്തെടുത്ത് അതും ഒരു പരുവാകുന്നുണ്ട് കേട്ടോ. കറിവേപ്പ് വരെ എന്നും ഈ കറിവേപ്പില പറിച്ച് നമ്മൾ എന്നും സ്ഥിരം ചെറിയ കറിവേപ്പിലയിൽ നിന്നൊക്കെ കറിവേപ്പില ഇങ്ങനെ ഒടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കുറച്ച് ക്ഷതേൽക്കാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് 2 ദിവസമായാലും നമ്മുടെ കറിവേപ്പിന് ഒരു റെസ്റ്റ് കൊടുക്കണ്ടേ. അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ ചേച്ചിയുടെ കറിവേപ്പില 2 ദിവസം ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഉപയോഗിക്കാൻ 2 ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അറിയില്ല എങ്ങനെയാണെന്ന്. കുറച്ച് ക്ഷീണം പറ്റിയ കറിവേപ്പില ആട്ടോ. എനിക്ക് ഫ്രഷ് ആട്ടോ എല്ലാം എടുക്കുന്ന ഇഷ്ടം. അന്നേരം പോയി കാന്താരിമുളക് പൊട്ടിക്കുക, പച്ചമുളക് പൊട്ടിക്കുക, പിന്നെ നമ്മുടെ കറിവേപ്പില നിലയെടുക്കുക. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് അനുഭവിച്ച് നോക്കൂട്ടോ, എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ് എന്ന്. അത് നമ്മൾ കൊണ്ടുവന്ന് ഫ്രഷോടെ നമ്മുടെ കറിയിൽ ചേർക്കുമ്പോൾ അതിൻ്റെ ആ പച്ചപ്പും രുചിയും മണവും ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ എന്താണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ, മോര് കാച്ചണം, പിന്നെ എന്താണ് വാഴയ്ക്ക് ഉപ്പേരി വയ്ക്കണം, കപ്പ വേവിക്കണം, ചീനി, ചിലർ ചീനി എന്നാട്ടോ പറയുന്നത്, ഞങ്ങളിവിടെ കപ്പ എന്ന് പറയും കേട്ടോ, ചീനി എന്നുള്ള. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മോര് കാച്ചാൻ ഞാൻ കുറച്ച് ചെറുജീരകം വെളുത്തുള്ളി ഒക്കെ കൂടി, ചെറുജീരകം ഒന്ന് കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകിയെടുത്തു. പിന്നെ നമ്മുടെ അതിനകത്തേക്ക് ചെറിയുള്ളി, ഒരു ചെറിയ വെളുത്തുള്ളി ഒക്കെ ഇട്ട് കേട്ടോ മോര് കാച്ചാൻ ഉള്ള മിക്സ്. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കണം. എല്ലാത്തിനും കൂടി ഞാൻ ഒറ്റ തേങ്ങ ചിരകല്, ചിലർ തേങ്ങ തിരുമുക എന്നൊക്കെ പറയും കേട്ടോ. നമ്മൾ ഈ വീഡിയോസൊക്കെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ കൊണ്ട് നമുക്ക് പല വാക്കുകളും നമ്മുടെ മനസ്സിൽ നമ്മൾ പാഠമാക്കും കേട്ടോ. അപ്പോൾ ചിലർ എന്താണ് പറയുക, തേങ്ങ തിരുമുക എന്ന് പറയും കേട്ടോ. അപ്പോൾ പലവർക്കും പല വേർഡ്സ് അല്ലേ. അപ്പം ഞാൻ പറയുന്നത് തേങ്ങ ചിരകുക എന്നാണ് കേട്ടോ. അപ്പോൾ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ, ധാരാളം ഒരു തേങ്ങയോളം ചിരകിയെടുത്തു, എല്ലാത്തിനും വേണ്ടേ. അപ്പം ഞാൻ ഇതൊന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അരക്കെട്ടൊക്കെ ഒന്ന് മുറുക്കുക കേട്ടോ. ഉടുപ്പൊന്ന് നേരെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലികൾ വേഗം ചെയ്യാമല്ലോ. അപ്പോൾ ഒന്ന് മുറുക്കിയെടുത്താൽ കേട്ടോ. പിന്നെ അതിനകത്തേക്ക് വേണ്ടുന്ന അരവൊക്കെ ഒന്ന് അരച്ച്, എനിക്ക് ജോലി ചെയ്യുമ്പോൾ എൻ്റെ മുടിയും മുറുകിയിരിക്കണം. പിന്നെ അരയും തലയൊക്കെ ഒന്ന് കേട്ടിട്ടില്ലേ, അരക്കെട്ടും തലക്കെട്ടും മുറുക്കി എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം മുറുകി ഒന്ന് ഇതായിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഓടി നടന്ന് ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുടി അഴിഞ്ഞ് കിടന്നാൽ എനിക്ക് ജോലി ചെയ്യാനേ അറിയില്ല കേട്ടോ. മുടി അഴിച്ചിട്ടിട്ട് എനിക്ക് ഭയങ്കര എന്നെ കംഫർട്ടബിൾ അല്ല കേട്ടോ, എന്താണെന്നറിയില്ല. എനിക്കിങ്ങനെ തലയും മുടിയൊക്കെ ഇങ്ങനെ മുറുകി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേഗം ജോലി ചെയ്യാൻ എനിക്ക് ഭയങ്കര ഉത്സാഹം കേട്ടോ. അതുപോലെ ആണ് ഡ്രസ്സിങ് ആണെങ്കിലും നല്ല ഫിറ്റായിട്ടിരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു കംഫർട്ടബിളായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അമ്മ കണ്ടില്ലേ, അമ്മയാട്ടോ കടുക് പൊട്ടിക്കുന്നത്. 2 പേരും കൂടിയാണ് രാവിലത്തെ ഓട്ടപ്പാച്ചിൽ കേട്ടോ. എന്നാൽ ഈ പണിയൊക്കെ കഴിഞ്ഞ് രാവിലെ തീർത്തിട്ട് എനിക്കൊരു വഴിക്ക് വരെ പോകേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോരാണേ കാച്ചുന്നത്. മോര് കഷ്ണം ഒന്നും ഇടുന്നില്ല കേട്ടോ. ഇന്ന് കഷ്ണം ഒന്നും ഇടാനും വേവിക്കാനും ഉള്ള നേരമില്ല കേട്ടോ. വാഴയ്ക്ക് ഇടാമെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, ഈ വാഴയ്ക്ക് നമുക്ക് ഇട്ട് മോര് കാച്ചാന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു അത് ഉപ്പേരിയായിട്ട് വയ്ക്കാം. അപ്പോൾ പിന്നെ അതിനകത്ത് കഷ്ണം ഇല്ലെങ്കിലും നമുക്ക് ഉപ്പേരി കൂട്ടാമല്ലോ, അങ്ങനെയാണേലും മതി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വാഴയ്ക്ക് നമുക്ക് ഉപ്പേരി വയ്ക്കാമെന്ന്. പിന്നെ ഈ മോരൊന്ന് മിക്സിയിലിട്ട് വലിയ ജാറിലിട്ട് കേട്ടോ ഒന്ന് അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ആ മോരല്ലല്ലോ, കട്ട തൈരല്ലേ, നമ്മൾ തൈര് ഒഴിച്ച് വയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് വലിയ മിക്സിയുടെ ജാറിലിട്ട് അതും ഒന്ന് അടിച്ചെടുത്തു കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ ഇത് ചെയ്യുന്നതുകൊണ്ട് പിന്നെ എളുപ്പമായി. ഉലുവയൊക്കെ പൊട്ടിച്ച് പിന്നെ കുറച്ച്
അമ്മ ടേസ്റ്റൊക്കെ നോക്കി കേട്ടോ. നല്ല പുളിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല നാടൻ മോരാട്ടോ. അതുകൊണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മുടെ ഈ സിന്ധി പശുവിൻ്റെ പാലായതുകൊണ്ട് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കടകളിൽ നിന്ന് മേടിക്കുന്നതിൽ അതിനൊരു വേറെ ടേസ്റ്റാട്ടോ മോര് കാച്ചുന്നതിന്. പിന്നെ എന്താണ്, ഞാൻ പച്ചമുളക് എടുത്തു കേട്ടോ. ഈ പച്ചമുളകും കാന്താരിയും കൊണ്ടുള്ള പ്രക്രിയയാട്ടോ ഇവിടെ രാവിലെ. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കുറേ ചെറിയുള്ളി ഇട്ട് പച്ചമുളകും ഇട്ട് ഒന്നിച്ചങ്ങ് അരച്ചെടുത്തു. അതെന്തിനാ, കപ്പയ്ക്കും പകുതി എടുക്കും, പകുതി എടുത്ത് നമ്മുടെ വാഴക്കയിൽ അരിഞ്ഞു വെച്ച അതിനകത്തേക്ക് കിട്ടോ. അപ്പോൾ ഒറ്റൊരര വരയ്ക്കാൻ ഞാൻ പറഞ്ഞു കേട്ടോ. എന്നിട്ട് നമുക്ക് അത് പകുതി എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. നല്ല എരിവുള്ള കാന്താരി മുളകായതുകൊണ്ട് പിന്നെ എല്ലാത്തിലും ജോയിൻ്റ് ആയിക്കോളൂ കേട്ടോ. നല്ല എരിവുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കൊച്ചു കുട്ടികളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ നല്ലോണം കാന്താരി അരയ്ക്കും കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുത്തു. ചെടപെടാന്നുള്ള പണികളാട്ടോ. മോര് വേറെ ഒരു പാത്രത്തിലേക്ക് പെട്ടെന്ന് ഒഴിച്ചാണ് എൻ്റെ കൈയുടെ ബാലൻസ് ചിലപ്പോൾ ഒക്കെ തന്നാറുണ്ട് കേട്ടോ. കൈക്കൊന്നും ബാലൻസ് ഒന്നും ശരിയല്ല കേട്ടോ. ഇപ്പോൾ ഒഴിക്കുന്നതിലൊന്നും അല്ല വീഴുന്നത്. എന്തൊഴിച്ചാലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും കേട്ടോ. കൈക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാട്ടോ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. പിന്നെ മോരും കാച്ചി വെച്ചു കേട്ടോ. അപ്പം മോര് കാച്ചിൽ പിന്നെ ഇനി നമ്മൾ എന്താണ്, വാഴയ്ക്ക ഉപ്പേരി, അതിന് വേണ്ടിയിട്ടൊക്കെയുള്ള പരിപാടികളുണ്ട്. അതൊക്കെ റെഡിയാക്കി വെച്ചു. ഇനിയും കപ്പ വേവിക്കാനുണ്ട്. കപ്പയപ്പം മുറ്റത്തെ അടുപ്പിൽ അമ്മ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. പിന്നെ ഈ ഉള്ളിയൊക്കെ ഞാനിങ്ങനെ തൊലി പൊലിക്കലാട്ടോ എൻ്റെ ഏറ്റവും വലിയൊരു ജോലി. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലിയാട്ടോ ചെറിയുള്ളിയുടെ തൊലി പൊളിക്കൽ. പിന്നെ ഇത് നമ്മുടെ കണ്ടില്ലേ ഫ്രഷ് പച്ചമുളക്, മുട്ട പൊരിക്കാനാട്ടോ. അപ്പോൾ മോൻ പോകാൻ വേണ്ടിയിട്ട് ലഞ്ച് ബോക്സും തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ട പൊരിക്കുക കേട്ടോ. ഉപ്പ് ഏറല്ലോ കേട്ടോ മുട്ടയിൽ, നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഉപ്പിട്ടേക്കണം. ഉപ്പ് ഏറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ട പൊരിച്ചതിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ മുട്ടയ്ക്ക് മുഴുവൻ ഉപ്പിൻ്റെ ടേസ്റ്റേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ഉപ്പ് എടുക്കുമ്പം മിക്കവാറും ഞാൻ കരുതി ഉപ്പ് എടുക്കാറുള്ളൂ കേട്ടോ. അപ്പം മുട്ട നല്ലോണം ഇങ്ങനെ പതപ്പിച്ചെടുക്കണം. എല്ലാം മിക്സിയിലിട്ടൊന്ന് ഇതാക്കിയാൽ മതി കേട്ടോ. ഞാനാണെങ്കിൽ രാവിലെ തന്നെ ഈ മുട്ട പൊരിക്കുമ്പോൾ ഭയങ്കര ഇളക്കലാട്ടോ. പിന്നെ ഈ മുട്ടത്തോട് കൊണ്ട് കണ്ടോ, അതിൻ്റെ പുരുകത്തേലും കണ്ണയിലും ഒക്കെ തേച്ച് കൊടുത്തു കേട്ടോ. മുട്ടത്തോട് എടുത്തിട്ട് പുറത്ത് കളയാൻ നമ്മുടെ ചെടിക്കിടാൻ കൊണ്ടുപോയത്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഞാൻ മിക്കപ്പോഴും ഈ മുട്ട പൊരിക്കുന്നതുകൊണ്ട് ചെയ്യുന്നുണ്ടോ, എൻ്റെ കണ്ണിൻ്റെ പീലി ഞാൻ പൊഴിഞ്ഞു പോയില്ലേ, പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ അത് ഒന്ന് തിക്നെസ്സിൽ വരാൻ വേണ്ടിയിട്ടാട്ടോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ പരീക്ഷിക്കുക. ഈ മുട്ട പൊരിക്കുമ്പോൾ ഈ മുട്ടയുടെ തോലല്ല അതിൻ്റെ ഉള്ളിലെ സിറയില്ലേ, ആ വൈറ്റ്, അതെടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ പീലിയേലും പുരികത്തേലും തേച്ച് കൊടുത്താൽ തിക്നെസ്സായിട്ട് വളരും കേട്ടോ. സ്ഥിരം ഇടയ്ക്കൊക്കെ ചെയ്താൽ മതി. നമ്മൾ എപ്പോഴാണ് മുട്ട പൊരിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ലേശം ഉണ്ട്. നമുക്ക് ആണെങ്കിലും ഒരു പൈസ ചിലവില്ലാത്ത കാര്യമാണ്. നമ്മൾ കളയാൻ കൊണ്ടാണ് സാധനമല്ലേ. എൻ്റെ കണ്ണിൻ്റെ ഇത് പീലിയൊക്കെ ഞാൻ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ കുറച്ച് പൊഴിഞ്ഞു പോയിരുന്നു കേട്ടോ. പിന്നെ ഉള്ളിനീര് പ്രയോഗമോ അതൊക്കെ മതി കേട്ടോ. ഉള്ളിനീര് തേക്കുക, പിന്നെ ഇങ്ങനെ തേക്കുക, ഒക്കെ തേച്ച് നല്ലോണം തിക്നെസ്സിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുരികം ശ്രദ്ധിക്കാഞ്ഞിട്ടാട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ അങ്ങനെയെല്ലാം നമുക്ക് ശ്രദ്ധിക്കാം. മുടിയും കണ്ണ് പീലിയും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ധാരാളം ഉണ്ടാവുകയൊക്കെ ചെയ്യും കേട്ടോ. അല്ലാതെ ആർക്കും കിളിർക്കാത്തതൊന്നും അല്ല കേട്ടോ. എല്ലാവർക്കും കിളിർക്കുക ഉണ്ടാവുകയൊക്കെ ചെയ്യും കേട്ടോ. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള റെമഡീസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഈ വാഴയ്ക്ക അരിയോ കേട്ടോ. വാഴയ്ക്ക അരിയാൻ എനിക്ക് ഭയങ്കര കറ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് നമുക്ക് പക്ഷേ അമ്മ അവിടെ മുറ്റത്ത് ജോലി ആയതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ അമ്മ അരിഞ്ഞ് തരുന്നതാണ്. പിന്നെ എനിക്ക് പോകേണ്ടതുമല്ലേ, അതുകൊണ്ട് അമ്മ പറയും നീ അരിയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട്, നീ അരിയണ്ട അവിടെ വെച്ചേക്ക്, ഞാൻ വന്നരിഞ്ഞ് ഉണ്ടാക്കിക്കോളാം. പക്ഷേ ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമ്മ തന്നെ ഈ ജോലികളൊക്കെ ചെയ്യണ്ടേന്ന് വിചാരിച്ചാട്ടോ ഈ രാവിലെ തന്നെ ഞാനിതെല്ലാത്തിലും ഓടി നടന്ന് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വാഴയ്ക്കൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മ വന്നിട്ട് കേട്ടോ ഞുറുക്കി തരുന്നത് കണ്ടില്ലേ. അമ്മയ്ക്ക് പിന്നെ അത് നല്ല എക്സ്പാർട്ടാട്ടോ. കയ്യൊറയൊന്നും വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു അമ്മ കയ്യൊറ ഇടുക. അമ്മ പറഞ്ഞു കയ്യൊറ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കറ പിടിക്കും, അതുകൊണ്ട് കയ്യൊറ ഇടുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. കുറേ കറ പിടിക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഒരു പഴയ ഒറ ഉണ്ടായിരുന്നു, അതെടുത്ത് കൊടുത്തു കേട്ടോ. അതിന് പിന്നെ അത് കറ പിടിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ വാഴയ്ക്ക് ഇത്ര കറയായിരുന്നു, പക്ഷേ ഇതിന് കറ കുറവായ കായാട്ടോ. അമ്മ പറഞ്ഞു ഇതിനത് പ്രത്യേകം കറയൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വെളിച്ചെണ്ണ തീർന്നു പോയിരുന്നു കേട്ടോ. അപ്പോൾ ഓയിലാണേ കടുക് പൊട്ടിക്കുന്നത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ ഇതും കറിയൊന്നും വെക്കാൻ അറിയത്തില്ലാത്തവർക്കുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ.
അതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഒതുക്കി വെച്ച കാന്താരി, പച്ചമുളക്, പച്ചമുളക് ഇടില്ല കേട്ടോ. കാന്താരി ഇട്ടാൽ പിന്നെ പച്ചമുളക് കൂടി ഇട്ടാൽ പിന്നെ നിങ്ങൾ വിവരം അറിയും കേട്ടോ. അതുകൊണ്ട് കാന്താരി ഇടുമ്പോൾ ആരും പച്ചമുളക് ഇടല്. കാന്താരി, ചെറിയുള്ളി, തേങ്ങ ഇതൊക്കെ കൂടി ഒതുക്കിയതാട്ടോ. പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. കുറച്ച് വെള്ളം വേണം കേട്ടോ. ആ വെള്ളം ഒന്ന് കുറുകുറുന്നനെ അതും കൂടി വെന്ത് കഴിയുമ്പം നമുക്ക് ഈ അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. വാഴയ്ക്കൊക്കെ ഇച്ചിരി എന്തായാലും കുറച്ച് വെള്ളം ചേർക്കണം, എന്നാലേ അത് വെന്ത് വരുള്ളൂ കേട്ടോ. ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പച്ചവെള്ളം ചേർത്ത് കൊടുക്കുക. എന്ത് വെള്ളമായാലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ വാഴയ്ക്ക വെന്തിരിക്കണം കേട്ടോ. വാഴയ്ക്ക വെന്തില്ല വാഴയ്ക്ക ഉപ്പേരി ഒരു രസമില്ല കേട്ടോ കൂട്ടാൻ. എനിക്ക് വാഴയ്ക്ക നല്ലോണം വെന്തിരിക്കണം. അപ്പം കണ്ടില്ലേ, വാഴയ്ക്ക ഉപ്പേരി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഈ ഒതുക്കി വെച്ചിരിക്കുന്ന ഒതുക്കില്ലേ നമ്മുടെ കാന്താരി മുളക്, ചെറിയുള്ളി, കറിവേപ്പില ഒക്കെ കൂടി, കറിവേപ്പില അതിൽ അരച്ചിട്ടില്ല കേട്ടോ, കറിവേപ്പില അതിനകത്ത് സെപ്പറേറ്റ് ഇട്ട് കൊടുത്താൽ കേട്ടോ. അപ്പോൾ ഇത് പകുതി ഞാനെടുത്ത് ഇതിനകത്തേക്ക് ഇട്ട് പകുതി അത് സൂക്ഷിച്ച് വെച്ചിരിക്കുക കേട്ടോ. നമ്മുടെ കപ്പയ്ക്കും ചേർക്കണം കേട്ടോ, മരച്ചീനിക്ക്. അപ്പം നമ്മുടെ എന്താണ് വാഴയ്ക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മോരുകറിയും വാഴയ്ക്ക ഉപ്പേരി നല്ല കോമ്പിനേഷൻ അല്ലേ. പക്ഷെ ഞാൻ ലഞ്ച് ബോക്സിൽ ഈ ഉപ്പേരി ഒന്നും എനിക്ക് വെക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. മോൻ അതൊന്നും കൊണ്ടുപോകത്തില്ല, ലഞ്ച് ബോക്സിൽ ഉപ്പേരി ഒന്നും കൊണ്ടുപോകത്തില്ല. പിന്നെ നമ്മുടെ അടുപ്പും തീക്കനലുമായിട്ടുള്ള നമ്മുടെ കപ്പയില്ലേ, അത് നമ്മൾ ഇവിടെയാട്ടോ വെച്ചിരിക്കുന്നത്. നമ്മുടെ ബഹുമതി കിട്ടിയ കലത്തിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ തേച്ചപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു, കൈ മുറിക്കല്ലോ കേട്ടോ, അതിന് വക്കിന് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ വക്ക് പൊട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ നിവൃത്തികേട് കൊണ്ട് ഉപയോഗിക്കുന്ന കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചാൽ കരി പറ്റാതിരിക്കാനുള്ള നിവൃത്തികേട് കൊണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ആരും ഒന്നും വിചാരിക്കേണ്ട. അപ്പോൾ കപ്പയൊക്കെ റെഡി ആയിട്ടോ. പിന്നെ ഞാൻ വേഗം കുറച്ചെടുത്ത് കഴിച്ചു. എന്താണെന്ന് വെച്ചാൽ പോകണ്ടേ, അല്ലെങ്കിൽ വയറ്റിലൊന്നും ഇല്ലാതെ കാലി വയറായിട്ട് പോകേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് വേഗം എടുത്ത് കുറച്ച് കപ്പ വെന്തപാടെ നമ്മുടെ തലേ ദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു, അത് കൂട്ടി കഴിച്ചു. പിന്നെ കുറച്ച് ലേറ്റായിട്ടോ ചായ കാച്ചുന്നത്. അമ്മയ്ക്ക് കുടിക്കാനും മോക്ക് കുടിക്കാനും പോകാനുള്ള റെഡി ആയതുകൊണ്ട് കുറച്ച് ചായ കാച്ചി വെച്ച് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചോട്ടോ. ഞാൻ കപ്പ കഴിച്ചിരുന്നു കേട്ടോ, അതുകൊണ്ട് എനിക്ക് ചായയുടെ ആവശ്യമൊന്നുമില്ലായിരുന്നു. എങ്കിലും ചായ എടുത്തപ്പോൾ ഒരു കപ്പ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പാലാട്ടോ ആദ്യം കാച്ചി വയ്ക്കുന്നത്. പാല് കാച്ചി ഒരു കപ്പിലേക്ക് കുറച്ച് എടുത്ത് വെക്കണം കേട്ടോ. ഈ പാല് മുഴുവൻ നമ്മൾ കാച്ചിയാലും നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് പാലെടുത്ത് മാറ്റി വെച്ചു. പിന്നെ ബാക്കി പാലിലേക്ക് നമ്മൾ ചായയൊക്കെ കൂട്ടി കേട്ടോ. അപ്പം കപ്പൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കപ്പ കഴിച്ചുകൊണ്ടും വലിയ വിശപ്പൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പറയാട്ടോ, ഒരു കപ്പ് ചായ നിങ്ങൾക്ക് തരാം കേട്ടോ. അപ്പോൾ എന്താ ചായയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നല്ല ചായയായിരുന്നു കേട്ടോ, നല്ല കടുപ്പത്തിൽ എടുത്തു വെച്ചു കേട്ടോ. പിന്നെ ഇവിടെ ആവശ്യക്കാർ ചിലപ്പോൾ ചിലർ ചായ എടുത്ത് വെച്ചാൽ കുടിക്കുകയില്ല കേട്ടോ. അതെൻ്റെ മുകളിലെ പരിപാടി കേട്ടോ. ചില ദിവസങ്ങൾ ചായ എടുത്ത് വെച്ചാൽ കുടിക്കുകയില്ല. പിന്നെ എടുക്കുന്നതെന്നുള്ള നമ്മുടെ കടമയാണല്ലോ. പിന്നെ നമ്മൾ ചായ ചിലപ്പോൾ അത് എടുത്ത് വെച്ചിട്ട് കുടിച്ചില്ലേ, നമ്മൾ ഇക്രൂനും ബീറ്റൂനും ഒക്കെ കൊടുക്കും കേട്ടോ. ഇല്ലെങ്കിൽ ഈ ചായയിലെ ഒരു ഭാഗം നമ്മളവർക്ക് രാവിലെ അവരിത് നുണഞ്ഞിരിക്കുന്നവരാട്ടോ. അതുകൊണ്ട് അവർക്കൊരു ഗ്ലാസ് നമ്മളിതിൽ നിന്ന് ഇത്തിരി ചായ എടുത്ത് അവർക്കും കൊടുക്കും കേട്ടോ. പിന്നെ കണ്ടില്ലേ പോകാനുള്ള ഒരു ദിവസമാണെന്ന് തോന്നുന്നു. പുറത്തേക്ക് നോക്കിക്കേ നല്ല ക്ലൈമറ്റൊക്കെ. യൂണിവേഴ്സിറ്റി മോളുടെ കൂടെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം അതിനായിട്ടൊക്കെ പോകുന്ന കേട്ടോ. ഇന്നത്തെ വിശേഷം അത് പോവുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യാനൊക്കെ കണ്ടില്ലേ, മഴയൊക്കെ മാറി ഒരു പ്രതീതി പോലെ കേട്ടോ. പക്ഷെ പെയ്യുമെന്നറിയില്ല. അപ്പോൾ അതൊക്കെയാട്ടോ ഇന്നത്തെ വിശേഷം. മുഖത്ത് പൗഡറൊക്കെ കൂടിയോന്നറിയില്ല. വേഗം ഒരുങ്ങിക്കൊണ്ടാണ്. രാവിലെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പില്ലേ, അത് പിന്നെ എൻ്റെ കൂടെപ്പിറപ്പാട്ടോ. ഒത്തിരി റെമഡീസൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്, പക്ഷെ ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല. അതുകൊണ്ട് ഇതോടെ ഒരു ഷെയ്ഡ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഷെയ്ഡ് ഇടാം. എനിക്ക് കംഫർട്ടബിളായ ഒരു ഷെയ്ഡായിട്ടാട്ടോ തോന്നിയത്. അധികം പ്രശ്നമൊന്നുമില്ല. ഇത് ഉണങ്ങി കഴിയുമ്പോഴാട്ടോ ഇതിൻ്റെ ഭംഗി. ഇന്ന് അത്യാവശ്യം വലിയ ബോറിങ്ങും ഇല്ല. എല്ലാവർക്കും ഒരു കളർ മാച്ചിങ് ഉള്ളൊരു ഷെയ്ഡാട്ടോ. അപ്പം ഞാനിത് അപ്പോൾ സ്ഥിരം യൂസ് ചെയ്യുന്നത്. അധികം വിലയൊന്നുമില്ല കേട്ടോ, ഓൺലൈനിൽ കിട്ടിയതാണ്. കണ്ടില്ലേ, ഉണങ്ങി കഴിയുമ്പം ഏത് പ്രായക്കാർക്കും ഇടാൻ പറ്റിയൊരു ഷെയ്ഡാട്ടോ.
ഇത്രയേ ഉള്ളൂ കേട്ടോ മേക്കപ്പൊക്കെ. അധികമൊന്നുമില്ല. കണ്ണൊന്നും വരയ്ക്കുന്നില്ല. കണ്ണ് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണിനൊരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ പുറത്ത് ഇറങ്ങുമ്പോൾ കണ്ണെഴുതാറേയില്ല. പിന്നെ പിരികമൊക്കെ ത്രെഡ് ചെയ്യാനായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പൊഴിഞ്ഞ് പിരികം ഞാൻ മുട്ടവെള്ളം തേച്ചും പിന്നെ എന്താണ് ഉള്ളിനീര് തേച്ചൊക്കെ തിക്നെസ് ആകുന്നുണ്ട് കേട്ടോ. നല്ല തിക്നെസ് ആയിരുന്നു. ഒരു പ്രത്യേക നിമിഷം പൊഴിഞ്ഞു പോയതാട്ടോ. ഇപ്പോൾ ഒക്കെ കിളിർത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? LA18 നട്ടി ലാറ്റ കേട്ടോ. എല്ലാവരും വാങ്ങിക്കുക കേട്ടോ. Oh my God. കണ്ടില്ലേ, കോഴിക്കോട് ടൗണിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് ബസ് കയറി യൂണിവേഴ്സിറ്റിയിലേക്ക് കേട്ടോ. അപ്പോൾ ഇത് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന ബസ്സാട്ട്. അതിൽ കയറി. അപ്പോൾ കണ്ടില്ലേ, വേഗം നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിച്ചു കേട്ടോ. അവിടെ ചെന്നിട്ട് അവിടെ ഒരുപാട് കാര്യങ്ങൾ ഡൊണേഷൻ കാര്യങ്ങളൊക്കെ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യങ്ങളാട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടല്ലേ NH-67 പണി നടക്കുന്ന കേട്ടോ. കുറേ ഭാഗങ്ങൾ പണി നടന്നതും കുറേ ഭാഗങ്ങൾ പണി നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള അതുകൊണ്ട് നമുക്ക് യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് തിരിയാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പാസ് ചെയ്യത്തുള്ളൂ കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പണി നടക്കുന്നതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പരീക്ഷാ ഭവനിലെത്തി. ഒട്ടേറെ കുട്ടികൾ എക്സാം സംബന്ധമായ പ്രശ്നങ്ങളും പരിഹാരങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളും അവൾക്കും ഒരു ഡൊണേഷൻ ഉണ്ടായിരുന്നു, അതിന് വന്നാൽ കേട്ടോ. പിന്നെ ഉച്ചയായിട്ടോ ചോറൊക്കെ കഴിച്ചു. അവളൊരു ചിക്കൻ ബിരിയാണിയും കഴിച്ചു, ഞാനൊരു വെജ് കേട്ടോ. എനിക്ക് ചിക്കൻ ബിരിയാണി ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതൊക്കെ കഴിച്ച് ഞങ്ങൾ വേഗം യാത്രയായി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.